സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഒട്ടേറെ സമകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചതുരംഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇത്തവണ ഹോട്ടൽ വ്യവസായ മേഖലയെക്കുറിച്ചാണ്. ഏറെ പരാതികൾ ഉയരുന്ന ഒരു മേഖല കൂടിയാണിത്. നമുക്കറിയാം, ഭക്ഷ്യവിഷബാധ മൂലം ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ മൂലം തൃശ്ശൂർ ജില്ലയിൽ തന്നെ കൈപ്പറമ്പ് മേഖലയിൽ ഒരു സ്ത്രീ മരിച്ചേറെ നാളുകളായില്ല. ഇതുപോലെ പരാതികൾ ഏറെ മുന്നിൽ നിൽക്കുന്നു. ഇതേ സമയം തന്നെ ഹോട്ടൽ വ്യവസായ രംഗം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പലരും ഈ മേഖലയിൽ നിന്ന് പിറകോട്ട് പോവുകയും ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട 3 വ്യക്തികളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രീ ബിജുലാൽ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ PK രാജു, ജില്ലാ ഹെൽത്ത് ഓഫീസറായാണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറെ വർഷങ്ങളോളം അടുത്തിടപഴകിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ അഡ്വക്കേറ്റ് AD ബെന്നി, ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഒട്ടേറെ പരാതികളുണ്ട്. ഈ പരാതികളുമായി അടുത്ത് ഇപ്പോഴും ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അറിയാം. തൃശ്ശൂർ ഉപഭോക്തൃ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അനുകൂല വിധികൾ നേടിയെടുക്കാൻ കഴിഞ്ഞൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബിജുലാലിലേക്ക് തന്നെ ആദ്യം വരാം. ആദ്യം പരാതിയിൽ തന്നെ തുടങ്ങാം. ഹോട്ടലുകൾ നിരവധിയുണ്ട്. നിങ്ങൾ ഈ മേഖലയിൽ, ഹോട്ടൽ ഉടമകൾ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഒട്ടേറെ പരാതികളും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷ്യവിഷബാധ ഹോട്ടലുകളിൽ നിന്ന് ധാരാളമായി ഇപ്പോൾ ഉയർന്ന് കൊണ്ടിരിക്കുന്നു. എവിടെയാണ് പിഴയ്ക്കുന്നത്? ഹോട്ടലുകളെ സംബന്ധിച്ച് തങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് ശുചിത്വമുള്ള സാഹചര്യത്തിൽ അവർക്ക് ഗുണനിലവാരമുള്ള ഭക്ഷണം ന്യായമായിട്ടുള്ള വിലയിൽ അവർക്ക് നൽകുക എന്നുള്ളതാണ് ഏതൊരു കച്ചവടക്കാരനെ പോലെയും ഹോട്ടൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന കച്ചവടക്കാരും അതിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്നത്. കാരണം ഇന്ന് വന്ന ആളുകൾ അവിടുത്തെ രുചി കൊണ്ട് ആ സ്ഥാപനം തേടി വീണ്ടും അവിടെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അനുശാസിക്കുന്ന നിയമപ്രകാരമുള്ള വിവിധ ലൈസൻസുകളും അതിനോടനുബന്ധിച്ചുള്ള സാഹചര്യങ്ങളും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ഈ ഹോട്ടൽ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രായോഗിക വശത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷ്യ അസംസ്കൃത നിർമ്മാണ വസ്തുക്കളെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് ഭൂരിഭാഗവും കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന സാധനങ്ങളാണ്. നമ്മളെല്ലാം വീടുകളിൽ നിന്ന് ഉപയോഗിക്കുന്ന പോലെ തന്നെ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തന്നെ പാലായാലും കോഴിയായാലും മുട്ടയായാലും ധാന്യങ്ങളായാലും പരിപ്പായാലും പച്ചക്കറി ആയാലും എന്ന് വേണ്ട ഏത് വെജിറ്റേറിയൻ ആയാലും നോൺ വെജ് ആയാലും ഒക്കെ തന്നെ ഭക്ഷണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ എല്ലാം പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് അത് പൊതുവിപണിയിൽ നിന്ന് ഞങ്ങളത് വാങ്ങി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഭക്ഷ്യ സംസ്കൃത വസ്തുക്കളുടെയൊക്കെ കൃത്യമായുള്ള പരിശോധന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾക്ക് ഒരു സ്ഥാപനം നടത്തുന്ന അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ സ്ഥാപനം നടത്തുന്ന വ്യക്തികളോട് ആ സ്ഥാപനത്തിൻ്റെ പ്രെമിസിൽ നിൽക്കുന്ന കുടിവെള്ളം, ജീവനക്കാരുടെ ആരോഗ്യ ശുചിത്വം, ഭക്ഷണം കൊടുക്കുന്ന അടുക്കളയുടെ ശുചിത്വം, അതേപോലെ തന്നെ അവിടെ സൂക്ഷിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഫ്രീസറുകൾ തുടങ്ങിയിട്ടുള്ള ഡൈനിങ്ങുകളൊക്കെ വൃത്തിയാക്കാൻ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ. പക്ഷേ അതിലെല്ലാം ഉപരി ഈ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ലഭ്യമാവുന്ന പാലായാലും മുട്ടയായാലും അതേപോലെ തന്നെ ഈ ഏറ്റവും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുതരുന്ന, അതായത് കോഴിയിറച്ചി, അതേപോലെ തന്നെ ആട്ടിറച്ചി, ബീഫ് തുടങ്ങിയുള്ള സാധനങ്ങളെല്ലാം വിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ നിലവിൽ കൃത്യമായി ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്നവയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിലുള്ളവയോ ഒന്നും അല്ല എന്നുള്ളത് തന്നെയാണ് ഒരു അപകടകരമായുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മളെ ഭക്ഷണ വിതരണ മേഖല മാറണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നിയമം അതിനനുസരിച്ചിട്ടാണ് മാറിയിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒരുപാട് മാറ്റങ്ങളിലേക്ക് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ളവരും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരും മാറ്റങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവരും അതുമായി സർക്കാർ തലത്തിലുള്ള ഏത് ഏജൻസിയുമായും സഹകരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ അതെപ്പോഴും ഭക്ഷണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കണ്ണിയായിട്ടുള്ള ഞങ്ങൾ കൊടുക്കുന്ന ആളുകളിൽ മാത്രമേ അത് ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉള്ള ഒരു ദുഃഖം എന്ന് പറയുന്നത്. കാരണം ഞങ്ങളിലേക്ക് എത്തുന്ന ഭക്ഷ്യ അസംസ്കൃത വസ്തുക്കൾ ഒന്നും കൃത്യമായിട്ടുള്ള പരിശോധനയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ
അല്ലെങ്കിൽ ലൈസൻസ് എടുത്തിട്ടുള്ള പരിശോധനകൾ ഒന്നും തന്നെ നടക്കുന്നില്ല. പ്രത്യേകിച്ച് മാർക്കറ്റുകൾ, മത്സ്യം ഒക്കെ നമുക്കറിയാം, നമുക്ക് വിപണിയിൽ വരുന്ന മത്സ്യങ്ങളെല്ലാം തന്നെ പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങളെല്ലാം ചേർത്തിട്ടാണ് അത് കേടുകൂടാതെ സൂക്ഷിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കോഴിയിറച്ചി, അതേപോലെ തന്നെ മറ്റ് പാല്, മുട്ട തുടങ്ങിയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വരുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പരിധിയുണ്ട്, പരിമിതിയുമുണ്ട്. ഞങ്ങളുടെ നിയന്ത്രണത്തിനും നിലവാരത്തിനും അനുസരിച്ചുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല സാഹചര്യങ്ങളിൽ കൊടുക്കുക എന്നുള്ളത്, ആ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ഗുണനിലവാരമുള്ളത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം. ജില്ലാ ഹെൽത്ത് ഓഫീസർ എന്ന നിലയിൽ ഒട്ടേറെ പരിശോധനകൾക്കും നടപടികൾക്കും ഒക്കെ നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ്. ജില്ലയ്ക്ക് പുറത്തും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ TCVയിലൂടെ ഉൾപ്പെടെ വാർത്ത നൽകിയിട്ടുമുണ്ട്. ഇത്രയൊക്കെ നിയമം കർശനമാണ് എന്ന് പറയുമ്പോഴും ഈ ദിവസം പോലും ഈ നിമിഷം പരിശോധിച്ചാൽ ഒരുപാട് ഹോട്ടലുകളിൽ നിന്ന് സമാന സാഹചര്യത്തിൽ തന്നെ പഴകിയതുൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. എവിടെയാണ് തെറ്റുപറ്റുന്നത്? നമ്മുടെ ഈ ഭക്ഷ്യവിതരണ രംഗത്ത് നിയന്ത്രിക്കുന്നതിനായിട്ട് നിയമത്തിൻ്റെ കുറവല്ല, നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്തുള്ള ചില വീഴ്ചകളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭക്ഷ്യവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ നോട്ടക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഭക്ഷണം, എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള റോ മെറ്റീരിയൽസിലൂടെ പ്രശ്നങ്ങൾ വരാം. പക്ഷേ ഭക്ഷ്യവിഷബാധ കൂടുതലായിട്ടുണ്ടാകുന്നത് പ്രിപ്പയർഡ് ഫുഡിലൂടെയും അവിടെ വിതരണം ചെയ്യുന്ന വെള്ളമോ അല്ലെങ്കിൽ പാത്രങ്ങളിലൂടെയോ വിതരണം ചെയ്യുന്ന ആളുകളിലൂടെയാണ് കൂടുതൽ ഭക്ഷ്യവിഷബാധ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവില്ലായ്മ ഒരു പ്രധാന വസ്തുതയാണ്, അവരുടെ നോട്ടക്കുറവ് മറ്റൊരു വസ്തുതയാണ്. നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് നിയമം നടപ്പിലാക്കാത്തത് മറ്റൊരു വീഴ്ചയാണ്. നിയമങ്ങളിപ്പോൾ നമുക്ക് ഭക്ഷ്യവിതരണ മേഖലയായിട്ട് ബന്ധപ്പെട്ട പല നിയമങ്ങളും നമ്മുടെ കേരളത്തിൽ ശക്തമായ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ഉണ്ട്, 2023 കേരള പൊതുജനാരോഗ്യ നിയമം വന്നിട്ടുണ്ട്, ലീഗൽ മെട്രോളജി ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രൊവിഷൻസ് അതിനകത്ത് വരുന്നുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രൊവിഷൻസ് അതിനകത്ത് വരുന്നുണ്ട്, നമ്മുടെ പഞ്ചായത്ത് രാജിലും മുനിസിപ്പൽ ആക്ടിലും അതിനകത്ത് പല പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും ശക്തമായ പ്രൊവിഷൻസ് ഉണ്ടായിട്ടും പലപ്പോഴും ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് പരിശോധനാ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ നടത്താറില്ല. പലപ്പോഴും ഒരു ഫാൾട്ട് ഫൈൻഡിങ് രീതി എന്നതിലുപരി വ്യാപാരികളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. അപ്പോൾ അത്തരം ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിന് ഏതെങ്കിലും ആര് കോർഡിനേറ്റ് ചെയ്യും എന്നുള്ളൊരു തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് പലപ്പോഴും ഇതാകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കോർഡിനേഷൻ വരികയും ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിവിധ ഏജൻസികൾ കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വ്യാപാരികളെ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള നിയമം നടപ്പിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ സുരക്ഷ ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. പലപ്പോഴും നമുക്ക് ഈ ഭക്ഷ്യവിഷബാധയുടെ ഒരു പ്രശ്നം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പലതും വലിയൊരു എണ്ണം വരുമ്പോൾ മാത്രമേ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ, മീഡിയകളിലൊക്കെ വരുന്നുള്ളൂ. പക്ഷേ ഒറ്റപ്പെട്ട കേസുകൾ ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു കുടുംബം ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് ആ കുടുംബത്തിന് മാത്രമായിട്ട് വരുമ്പോഴത്തേക്ക് ആരും ശ്രദ്ധിക്കപ്പെടാറില്ല, അല്ല അവർ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. പക്ഷെ വളരെയധികം ആളുകളെ ഒന്നിച്ച് ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇത് പത്രവാർത്തകളാകുന്നതും അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോഴും മാത്രമാണ് വിവിധ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മറ്റിതിനകത്തൊരു കാരണം എന്ന് വെച്ചാൽ ഇപ്പം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സംഘടനാ നേതൃത്വത്തിലുള്ള ആളുകൾ പലപ്പോഴും മാതൃകയായിട്ട് പെരുമാറാറുണ്ട്, കാരണം അവർക്കതൊരു മോശം വരാവുന്നതാണ്. പക്ഷേ പല അംഗങ്ങളും സംഘടനയുടെ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട്, വിവിധ ഏജൻസികൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട്, ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ മനഃപൂർവ്വമായിട്ട് വില കുറച്ച് കിട്ടുന്ന സാധനങ്ങളുടെ പുറകെ പോവുകയും, ഇപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞ പോലെ ഇറച്ചി മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ എവിടെയാണോ വില കുറച്ച് കിട്ടുന്നത് അവിടെ പോയി വാങ്ങുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കുറച്ച് കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യപ്പെടും. അപ്പോൾ അവിടെ ക്വാളിറ്റി പ്രശ്നമല്ല, ലാഭം മാത്രം ഉദ്ദേശിക്കുന്ന വ്യാപാരികളുമുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടിവെള്ളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സുകളെല്ലാം തന്നെ മലിനമാണ്. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ വളരെ ഹൈ സ്റ്റാൻഡേർഡുള്ള DLF ഫ്ലാറ്റിൽ പോലും ഇപ്പോൾ ഈ അടുത്ത നാളിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഹോസ്പിറ്റലൈസ് ചെയ്ത സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല, കാരണം നന്നായിട്ട് അത് തിളപ്പിച്ച് ബോയിൽ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതേ വെള്ളം ഉപയോഗിച്ച് പാത്രം കഴുകുമ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷം കയ്യോ വായോ കഴുകുമ്പോഴും ഒക്കെ ഉള്ള അപകടം പലരും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നിയമം ഈ വീഴ്ച വരുന്നവർക്കെതിരെ നിയമം കർശനമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളൊരു ഒരു അഭിപ്രായമുള്ള വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ അതിനു മുമ്പ് അതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച് ബോധ്യമാണ്. ഇപ്പോൾ ഒരു പുതിയ നിയമം 2021 കേരള പൊതുജനാരോഗ്യ നിയമം വന്നു.
അപ്പോൾ ആ നിയമത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇത്രയും നാളായിട്ട്, അത് കഴിഞ്ഞ നവംബറിലാണ് ഗവർണർ ഒപ്പിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. ഈ മേഖലയിൽ വളരെയധികം നിയന്ത്രണത്തിനുള്ള വകുപ്പുകൾ അതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോഴും ആ മേഖലയായിട്ട് ബന്ധപ്പെട്ടൊരു ശക്തമായ ബോധവൽക്കരണം നടപ്പിലാക്കുന്നതിനോ ഗവൺമെൻറ് തലത്തിലും അതിന് കുറേ വീഴ്ചകൾ വന്നിട്ടുണ്ട്. സംഘടനാ തലത്തിലും അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാവുന്നതാണ്. കാരണം ഒരു നിയമത്തിൻ്റെ അറിവില്ലായ്മ മൂലം ഒരാൾ അപകടത്തിൽ പെടാറുണ്ട്. ഇപ്പോൾ നിയമം ഗസറ്റിൽ വന്നു കഴിഞ്ഞാൽ അവരറിയില്ല എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അവരെ ബോധവൽക്കരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പുതിയ നിയമത്തിനകത്ത് കർശനമായ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത്തരം നിയമങ്ങൾ കർശനമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം വെച്ചാൽ നമ്മളൊരാൾ പൈസ കൊടുത്തുകൊണ്ടൊരു യാത്രയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തോ പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പം അത് സുരക്ഷിതമാണെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ഒരു അസുഖം വാങ്ങി ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ ശരിക്കും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ശ്രീ എ ഡി ബെന്നി? ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ കൺസ്യൂമർ കോടതിയിലേക്ക് താങ്കൾ മുഖാന്തരം തന്നെ ഒരുപാട് കൺസ്യൂമേഴ്സ് സമീപിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ ഉപഭോക്താക്കൾക്ക് പലപ്പോഴും ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുള്ളത്, പ്രത്യേകിച്ചും ഭക്ഷ്യ വിഷബാധയുടെ കാര്യത്തിൽ. ഇപ്പോൾ അടുത്ത കാലത്ത് സമീപകാലത്തൊരു ആളുകൾ വന്നിരുന്നു. അപ്പോൾ അവർ ഇതുപോലെ തന്നെ ഒരു വലിയൊരു മാളിയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ച് അവർക്ക് ഭക്ഷ്യവിഷബാധ വന്നു. ആ ഭക്ഷ്യവിഷബാധയെ ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ സർട്ടിഫിക്കറ്റ് കിട്ടി. അധികാരികൾക്ക് പരാതി കൊടുത്തു. അപ്പോൾ അധികാരികൾ അത് അവിടെ ചെന്ന് പരിശോധിച്ചിട്ട് അവിടെ യാതൊരു രീതിയിൽ കുഴപ്പമില്ല എന്ന രീതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഉപഭോക്താവിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അത് ശരീരത്തിൽ അനുഭവപ്പെടാനായിട്ട് സമയമെടുക്കും. അപ്പോൾ ഒരു പക്ഷേ ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് അത് അനുഭവപ്പെടുക. പിന്നീട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിശോധിക്കുമ്പോഴാണ് ഇതൊരു ഭക്ഷ്യവിഷബാധയാണെന്നുള്ള കാര്യം മനസ്സിലാവുക. പലപ്പോഴും ഈ ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ നിന്നുള്ള ബില്ല് അദ്ദേഹത്തിൻ്റെ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല. ഹോട്ടലിൽ നിന്ന് പലപ്പോഴും ബില്ല് വാങ്ങുന്ന രീതി തന്നെയില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രാഥമിക തെളിവ് തന്നെ നമ്മൾ നഷ്ടപ്പെട്ടു. പോട്ടെ, ആ ഒരു തെളിവ് പോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഉടനെ തന്നെ അധികാരികളെ സമീപിച്ചിട്ട് ഒരു പരാതി കൊടുക്കാൻ കഴിയുക. അങ്ങനെ പരാതി കൊടുത്താലുണ്ടാകുന്ന ഒരു വിഷയം അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സ്വാഭാവികമായിട്ടും ഉടനെ തന്നെ ആ ഹോട്ടലായിട്ട് ബന്ധപ്പെടും, അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട് ആ ഫുഡ് വിതരണം ചെയ്ത ആളായിട്ട് ബന്ധപ്പെടും. അതാണ് സാധാരണ ഒരു ഉപഭോക്താവ് ചെയ്യുക. അപ്പോൾ തന്നെ അവർ അലർട്ടായിരിക്കും. ആ ഹോട്ടൽ അധികാരികൾ അവർക്ക് അലർട്ടാവാൻ കഴിയും. പിന്നീട് ഒരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യം അവിടെ നിന്ന് പരിശോധന നടത്താൻ ആളാണ്. അവിടുത്തെ ഒരു അന്തരീക്ഷം പരിശോധിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് പരിശോധിക്കുക. ആ സമയത്തിനുള്ളിൽ അവർക്ക് ആ അവിടെയുള്ള അപാകതകളൊക്കെ അവർക്ക് മാറ്റാൻ കഴിയും. ഒരു പക്ഷേ അവർ മനഃപൂർവ്വം വരുത്തിയതാകണമെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ എന്നാൽ പോലും അങ്ങനെയുള്ള അപാകതകൾ, പഴയ ഭക്ഷണം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയും. അതിനോട് ബന്ധപ്പെട്ട ഹൈജീനിക് അല്ലാത്തൊരു സാഹചര്യം അവിടെ കിച്ചണിലുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കാൻ അവർക്ക് കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പരിശോധന നടത്തുന്ന സമയത്ത് അത്തരത്തിലുള്ള സംഗതികളൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഇനി ഒരു ഭക്ഷ്യവിഷബാധയെ സംബന്ധിക്കുന്ന ഒരു കാര്യം തെളിയിച്ചെടുക്കുക എന്നുള്ളത്, ഇന്ന കാരണം കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയ തെളിയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളാണ്. ഭക്ഷ്യവിഷബാധ എന്ന് ഒരു പക്ഷേ ഡോക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഭക്ഷ്യവിഷബാധ സംഭവിച്ചത് എന്നത് തെളിയിക്കാനായിട്ട്, ഇന്ന ഭക്ഷണത്തിൽ നിന്നാണിത് സംഭവിച്ചത് തെളിയിക്കാനായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണത്. അപ്പോൾ ഇതിൽ കൺസ്യൂമറെ സംബന്ധിച്ച് ഉള്ള വലിയ പരിമിതികൾ ഈ നിയമപ്രകാരം ഈ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുത്തത് നിവൃത്തിയില്ലെങ്കിൽ ഒരു ഉപഭോക്താവിൽ കേസ് കൊടുക്കുന്നു. പിന്നെയുള്ള തെളിവെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള സങ്കീർണമായ തെളിവെടുപ്പിലൂടെ പോകേണ്ട കാര്യമാണ്. അതിന് ഡോക്ടർമാരെ കൊണ്ടുവന്ന് വിസ്തരിക്കുന്നു, ഇന്നതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് കൊണ്ടുവരുന്നു. ഇത് വലിയ ഒരു വളരെ സങ്കീർണമായൊരു പ്രോസസ്സാണ്. ഇതിനൊക്കെ അതിജീവിക്കുക ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് സാധ്യമായ സംഗതിയല്ല. അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കൺസ്യൂമറെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കൺസ്യൂമർക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ അതിൻ്റെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ബില്ല് കൃത്യമായി വാങ്ങുക, അതോടൊപ്പം തന്നെ ഇത് എത്രയും വേഗം ഈ സംഗതി റിപ്പോർട്ട് ചെയ്യുക, പരാതിപ്പെടാന്നുള്ള കാര്യമാണ്. പിന്നെയുള്ള കാര്യങ്ങൾ മുഴുവൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലാണ്. അവർക്കാണ് ഇത് തെളിയിക്കാനുള്ള സംവിധാനങ്ങളുള്ളത്. പക്ഷേ അതും എൻ്റെ ഒരു കണക്കനുസരിച്ച്, ഇതുവരെയുള്ളൊരു പരിചയസമ്പന്നത അനുസരിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഇതിൽ വലിയ രീതിയിലുള്ള വീഴ്ചയും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനുള്ളൊരു സാങ്കേതിക സംവിധാനങ്ങൾ അവർക്കില്ല, ഭൗതിക സാഹചര്യങ്ങളില്ല. എനിക്ക് തോന്നുന്നു അതിനുള്ള വേണ്ടത്ര സംവിധാനം സപ്പോർട്ടൊന്നും ഭരണകൂടം കൊടുക്കുന്നില്ല. അതിൻ്റെ പരിമിതികൾ ഒരുപാടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇതിനെ കൃത്യമായി പ്രതികരിക്കാനുള്ള വലിയ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്ന് ഒരു പക്ഷേ കരുതേണ്ടി വരും. ഒരിക്കലും ഒരു സർക്കാർ തന്നെ ഒരു തീരുമാനം പറഞ്ഞിരുന്നു ഹോട്ടലുകളിൽ ഗ്രേഡ് നൽകുക എന്നുള്ളത്. അത് പാതി വഴിയിലായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും പല ഹോട്ടലുകളിലും ചിലപ്പോൾ ഭക്ഷണ വസ്തുക്കളുടെ ലിസ്റ്റും അതിൻ്റെ വില സൂചിപ്പിച്ചിട്ടുണ്ടാവില്ല, പലയിടത്തും ബില്ല് നൽകില്ല. ഇതിലൊക്കെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഉടമകൾക്ക്
ആ മാനദണ്ഡം പുലർത്തിക്കൂടെ? ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സാറ് പറഞ്ഞ പോലെ ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ടുള്ള നിയമത്തിൻ്റെ പരിരക്ഷണ അവർക്ക് കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പറയാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്തരം സ്ഥാപനങ്ങളെ ഇവിടെ നിലനിൽക്കാൻ പാടുള്ളൂ. നിയമപരമായിട്ട് ലൈസൻസ് എടുത്ത് ഈ ഉപജീവന മാർഗത്തിന് വേണ്ടി വ്യാപാരം ചെയ്യുന്ന മേഖല നിലനിൽക്കണം എന്നുള്ളതാണ്. അവിടെ വരുന്ന ഉപഭോക്താക്കൾ ആ മേഖലയെ പറ്റിയിട്ടുള്ളൊരു വിശ്വാസ്യത നിലനിർത്തിയാലേ ഈ മേഖല നിലനിൽക്കുകയുള്ളൂ. ഇവിടെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള എന്ത് തെറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടാവട്ടെ, ബില്ല് കൊടുക്കാതിരിക്കുന്നവരാവട്ടെ, ലൈസൻസ് എടുക്കാതെ പ്രവർത്തിക്കുന്നവരാവട്ടെ, വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാതെ വ്യാപാരം ചെയ്യുന്നവരാവട്ടെ, ഹെൽത്ത് കാർഡ് എടുക്കാതെ വ്യാപാരം ചെയ്യുന്നവരാവട്ടെ ഒക്കെ ആവട്ടെ, അത്തരം സ്ഥാപനങ്ങൾ നിയമപരമായി നമ്മുടെ രാജ്യത്ത് നേരത്തെ രാജു സാറ് സൂചിപ്പിച്ച മാതിരി ഇവിടെ പൊതുജന ആരോഗ്യ നിയമപ്രകാരമോ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരമോ ഏത് നിയമത്തിൻ്റെ പ്രകാരമാണോ അത് എങ്ങനെയാണോ അത് അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണം എന്നുള്ള പക്ഷക്കാരാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇത് പിന്നെ ലൈസൻസ് എടുത്ത് നിയമങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യാപാര മേഖലയാണ്. പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട്. ഈ വ്യാപാര മേഖല വലിയൊരു ലാഭം പെട്ടെന്ന് കിട്ടുന്ന ഒരു വ്യാപാര മേഖലയാണെന്നും ഇത് വളരെ ലളിതമായി അല്ലെങ്കിൽ എളുപ്പത്തിൽ വ്യാപാരം ചെയ്യാവുന്ന ഒരു മേഖലയാണെന്നും വിചാരിച്ചുകൊണ്ട് പഠിക്കാതെ വ്യാപാര മേഖലയിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലോ വരുന്നതിലോ പുതിയ വ്യാപാര സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിലൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങളെ കാണുന്നത്. പക്ഷേ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയാൻ വെച്ചാൽ ഹോട്ടൽ ഭക്ഷണ വിതരണ വ്യാപാര മേഖലയിലേക്ക് വരുന്ന ആളുകൾ മിനിമം ഒരു 3 വർഷമെങ്കിലും ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പഠിച്ച് പരിചയിച്ചിട്ട് വേണം ഈ വ്യാപാര മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും തുറക്കാനും അല്ലെങ്കിൽ ആരംഭിക്കാനും പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരം സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാപനം നടത്തിപ്പുകാർ ചെയ്യുന്ന അബദ്ധങ്ങളാണ് ഈ മേഖലയെ കരിവാരി തേക്കുന്നതും പ്രതിക്കൂട്ടിലാക്കുന്നതും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഗ്രേഡിംഗ് അല്ലെങ്കിൽ ഭക്ഷണ നിലവാരത്തെക്കുറിച്ചുള്ള റേറ്റിംഗ് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ റേറ്റിംഗ് ഉണ്ട്. ഓരോ സ്ഥാപനത്തിലെയും അവിടുത്തെ ഡൈനിങ് ആവട്ടെ, ജീവനക്കാരാവട്ടെ, അവിടുത്തെ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ആവട്ടെ, അവിടുത്തെ പിന്നെ അടുക്കളയിലെ സാഹചര്യങ്ങളാവട്ടെ, അവർ പറഞ്ഞിരിക്കുന്ന 40ഓളം മാനദണ്ഡങ്ങൾ പരിശോധിച്ച് അതിന് അനുസരിച്ച് 5 സ്റ്റാർ റേറ്റിങ്ങൾ കൊടുക്കുന്ന ഫുഡ് സേഫ്റ്റിയുടെ ഒരു സ്റ്റാർ റേറ്റിംഗ് ഗ്രേഡ് കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പം വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് എനിക്കും എൻ്റെ സ്ഥാപനത്തിനും ആ 5 സ്റ്റാർ കിട്ടണം, അത് പ്രദർശിപ്പിക്കണം. എൻ്റെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ പോയാൽ എൻ്റെ സ്ഥാപനത്തിന് ഏത് റേറ്റിംഗ് ആണ് ഉള്ളത് എന്ന് ഉപഭോക്താവിന് അന്വേഷിച്ചാൽ എനിക്ക് 5 സ്റ്റാറും കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു മത്സരം അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടി തങ്ങളാൽ ആവുന്ന രീതിയിൽ വാടക കെട്ടിടത്തിലായിരിക്കാം, സ്ഥലപരിമിതി ഉണ്ടായിരിക്കാം, പല ബുദ്ധിമുട്ടുകളുണ്ട്. എന്ത് തന്നെയായാലും കുറഞ്ഞ സ്ഥലമായാലും കുറഞ്ഞ സാഹചര്യമായാലും എത്ര സാഹചര്യത്തിനുള്ളിലാണോ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചതായിട്ട് ഹോട്ടൽ വ്യാപാര സാഹചര്യങ്ങൾ മേഖല നിലനിൽക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പം ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഒരു രാത്രി കൊണ്ട് മാറുന്ന ഒരു സാഹചര്യമല്ല. അത് മെല്ലെ ഈ സർക്കാരിൻ്റെ ഞങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദപരമായിട്ട് രാജു സാർ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഹോട്ടൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവനക്കാരിലെല്ലാം കാലങ്ങളായിട്ടുള്ള ഒരു പ്രവണത മാറ്റിക്കൊണ്ട് വ്യാപാര സാഹചര്യം മാറ്റിക്കൊണ്ട് പുത്തൻ വ്യാപാര സാഹചര്യത്തിൽ നിലവാരത്തിലേക്ക് ഈ മേഖലയെ മാറ്റുക. ഇതിന് വരുന്ന ഉപഭോക്താക്കൾക്ക് അവർക്കുള്ള റൈറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുക, ഈ മേഖലയ്ക്ക് മാറിയ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി കൊടുക്കുക, ശിക്ഷകളെക്കുറിച്ച് ബോധവാന്മാരാക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഇതിന് അതിൻ്റേതായിട്ടുള്ള ഫലം വരും വർഷങ്ങളിൽ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് ഇപ്പോൾ റേറ്റിംഗ് ഒക്കെ വരുന്നു എന്ന് പറയുന്നു. ഈ ഭക്ഷ്യവിഷബാധയാണെങ്കിൽ സമീപ നാളുകളിൽ കൂടിയിട്ടുമുണ്ട്. ഒരുപക്ഷെ ഈ അറേബ്യൻ ഭക്ഷ്യവിഭവങ്ങൾ, ഈ കുഴിമന്തി, അൽഫാം, അതുപോലെയുള്ള ഷവർമ, അതിലാണ് കാണുന്നത്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു തമാശയുണ്ട്. പലപ്പോഴും മയനൈസിലൂടെ ഭക്ഷ്യവിഷബാധയാണെങ്കിൽ മുട്ട നിരോധിച്ചിരിക്കുന്നു മയനൈസിൽ. ഈ ഷവർമയാണെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഇനി ഷവർമ വേണ്ട. അതുപോലെ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ചില നിലപാടുകൾ എടുക്കാറുണ്ട്. അത് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയും? ഇതാണെങ്കിൽ പ്രാക്ടിക്കലുമല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളുകൾ പ്രവർത്തിച്ചൊരു വ്യക്തിയാണല്ലോ അങ്ങ്. എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും ഭക്ഷ്യവിഷബാധയ്ക്ക് ഒരു പ്രധാനമായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഈ പ്രിപ്പയർഡ് ഫുഡിനെ സംബന്ധിച്ചിടത്തോളം 10 ഡിഗ്രി മുതൽ 49 ഡിഗ്രി വരെയുള്ള ഒരു ചൂട് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമാണ്.
അപ്പോൾ അതിലേക്ക് എപ്പോൾ വേണമെങ്കിലും രോഗാണുക്കൾ കടന്നുകൂടാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മളുടെ അടുക്കളയുടെ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30-32ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ അധികം സമയം ഈ ടെമ്പറേച്ചർ റേഞ്ചിൽ ഭക്ഷണം സൂക്ഷിക്കുമ്പോൾ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അപ്പോൾ ആ സൂക്ഷിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. സൂക്ഷിക്കുന്ന സ്ഥലം പലപ്പോഴും ഇപ്പോൾ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ നനഞ്ഞ വേസ്റ്റും പ്രിപ്പയർഡ് ഫുഡും അടുത്തടുത്തായിരിക്കും വെക്കുന്നത്. ഒരിക്കലും നനഞ്ഞ വേസ്റ്റ് ഫുഡ് പ്രിപ്പയർഡ് ഫുഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെക്കാനേ പാടില്ല, അല്ലെങ്കിൽ നന്നായിട്ട് അടച്ച പാത്രമാണ്. അപ്പോൾ ഈ സൂക്ഷിപ്പിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ പലപ്പോഴും നിയമം വളച്ചൊടിക്കുന്ന ചില സാഹചര്യമുണ്ട്. ഇപ്പം ഹെൽത്ത് കാർഡ് ഗവൺമെൻറ് നിർബന്ധമാക്കിയെന്ന് പറയും. പക്ഷേ പലപ്പോഴും ഹെൽത്ത് കാർഡ് എടുക്കുന്നത് അത് ചിലപ്പോഴും പ്രഹസനമായിട്ട് മാറാറുണ്ട്. കാരണം വെച്ചാൽ ഏത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്കും, മോഡേൺ മെഡിസിനിലെ ഏത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്കും ഹെൽത്ത് കാർഡ് കൊടുക്കാം. അപ്പോൾ പലപ്പോഴും ഇതെന്ന് വെച്ചാൽ ഒരു ക്യാമ്പായിട്ട് നടത്തിക്കൊണ്ട് വേണ്ട മിനിമം ടെസ്റ്റുകൾ ചെയ്യാതെ, ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ ചിലപ്പോൾ ഡോക്ടർ എഴുതും, അത് ചിലപ്പോൾ ലാബുമായിട്ട് കമ്മീഷൻ ഉണ്ടാകും. പക്ഷേ വേണ്ട മിനിമം ടെസ്റ്റുകൾ എഴുതുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം പല കടകളിലും നമ്മുടെ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യ എന്നുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റും കോളറ പോലെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഈ വാട്ടർ ബോൺ ഡിസീസിന് വെള്ളത്തിലൂടെ ഭക്ഷണത്തിലൂടെ പകരുന്ന അസുഖങ്ങളുടെ പ്രോൺ ഏരിയകളാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന ആളുകൾ ഇതിൻ്റെ ക്യാരിയേഴ്സ് ആവും. അപ്പം അങ്ങനെ ഒരാൾക്ക് ഹെൽത്ത് കാർഡ് കൊടുക്കുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റൂൾ എക്സാമിനേഷൻ വേണം. അതിനധികം പൈസ വേണ്ട, പക്ഷേ ഇതാരും എഴുതുകയില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങളോ അതുപോലെ വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങൾ, അതിൻ്റെ ക്യാരറാണോ, ഇതിൻ്റെയൊക്കെ ബേസിക് ടെസ്റ്റിന് വലിയ ചിലവ് വരുന്നില്ല. അതിന് പകരം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മറ്റ് ടെസ്റ്റുകൾ എഴുതും. അത് ചിലപ്പോൾ ലാബായിട്ടുള്ള ഒരു ഡോക്ടേഴ്സിൻ്റെ ചെല്ലിതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ ഹെൽത്ത് കാർഡ് കൊടുക്കുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റി ചില ഡോക്ടേഴ്സുണ്ട്. അത്തരം ആൾക്കാരെ സമീപിക്കാതെ ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് സംഘടന തന്നെ ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ബേസിക് ടെസ്റ്റുകൾക്ക് അധികം ചിലവ് വരത്തില്ല. ആ ബേസിക് ടെസ്റ്റുകൾ ചെയ്തിട്ട് അത് പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ ആ രോഗം ഉണ്ടോ സ്ഥിരീകരിക്കാനുള്ള ഫർദർ ടെസ്റ്റ് വേണ്ടി വരും. അതിന് ചിലവ് വേണ്ട, അത് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം മതിയാവും. അപ്പോൾ അങ്ങനെ ഏറ്റവും മിനിമമായിട്ട് സിമ്പിളായിട്ട് ഇത്തരം ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ തൊഴിലാളികൾ ജോലി ചെയ്യുകയും അവിടുത്തെ ക്ലീനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം അവർക്ക് വേണം. ഇപ്പോൾ ഇവിടെ ഈ പൂച്ചയ്ക്കാരും മണികെട്ടും എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട്, ഇപ്പോൾ നമുക്കൊരു ഫാമുകൾ തുടങ്ങാൻ അതിന് പരിശീലനം നമ്മുടെ യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട്. 4 ദിവസം 5 ദിവസം പരിശീലനമുണ്ട്. ഇപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു പരിശീലനം ഇല്ല. ഇതേത് ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈ എടുക്കും എന്നുള്ളതാണ്. ഈ പല ഡിപ്പാർട്ട്മെൻറ്റും പലപ്പോഴും നിയമം ഞങ്ങളുടെ അധികാരം കാണിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പോകുന്നത്. അതിന് പകരം ഇതിന് ശരിക്കും ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയോ മുൻകൈ എടുത്തുകൊണ്ട്, ഇപ്പം അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടാണ്, തുടങ്ങുന്ന ആളുകൾക്ക് ഒരു മിനിമം പരിശീലനം, ആ പരിശീലനത്തിന് ശേഷം മാത്രമായിരിക്കണം അവർ ഹോട്ടൽ തുടങ്ങാൻ ലൈസൻസ് കൊടുക്കുക. അതായത് ഭക്ഷണപദാർത്ഥം എങ്ങനെയാണ് സ്റ്റോർ ചെയ്യപ്പെടുക, ഏതൊക്കെ ഭക്ഷണപദാർത്ഥങ്ങളുടെ ഏതൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാം, അങ്ങനെ ഉണ്ടായാലുണ്ടാകുന്ന അപകടങ്ങൾ ഏതൊക്കെയാണ്, കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഹെൽത്ത് കാർഡ് വെറുതെ നമ്മൾ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പകരം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മളവിടെ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ കുറേ എണ്ണം ലാബ് പരിശോധന ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ പരിശോധിക്കാൻ പറ്റും, അത് കേടാണോ മറ്റു കാര്യങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം പരിശോധനകളൊക്കെ എങ്ങനെ അവർ ചെയ്യാം, അത്തരത്തിലുള്ള ഒരു പരിശോധന ഒരു പരിശീലനം ഒരു സംവിധാനത്തിന് ശേഷമാണ് ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം അത് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും. തന്നെയല്ല നിയമ നടപടികളിൽ നിന്ന് അവർക്ക് ഒഴിവാകാനും കഴിയും. പിന്നെ ചില ഈ നിയമം പലപ്പോഴും നടപ്പിലാക്കുന്നത് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ചാടി പുറപ്പെടുകയാണ്. അതിന് പകരം ഇത് കൃത്യമായ പീരിയോഡിക്കലായിട്ടുള്ള പരിശോധനകൾ വേണം. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഈ ഉദ്യോഗസ്ഥൻ വ്യാപാരിനെ ബുദ്ധിമുട്ടിക്കാനല്ല ചെല്ലുന്നത്, സഹായിക്കാനാണ് ചെല്ലുന്നതെന്നുള്ള ആ ഒരു രീതി അല്ലെ ആ ഒരു ഉത്തമ വിശ്വാസം രണ്ട് വിഭാഗത്തിനുണ്ടാണ്. ഉദ്യോഗസ്ഥനും ഉണ്ടാകണം, ഒരാളുടെ തൊഴിൽ മുടക്കാനല്ല പോകുന്നത്, ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനാണ് ഞങ്ങൾ ചെല്ലുന്നത്. അവിടെയുള്ള മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്യിക്കാനാണ്. ഗുരുതരമായ വീഴ്ചയാണെങ്കിൽ അവിടെ നടപടി എടുക്കേണ്ടതും ആവശ്യമാണ്. ആ രീതിയിലായിരിക്കണം, അല്ലാതെ മനഃപൂർവ്വം ഉപദ്രവിക്കാനില്ല. വ്യാപാരികളും അങ്ങനെ തന്നെ കാണണം, ഉദ്യോഗസ്ഥരെ വെൽക്കം ചെയ്യുന്ന രീതിയിലായി. എന്ന് വെച്ചാൽ അവരെപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ, എൻ്റെ കട സുരക്ഷിതമായിട്ടാണ് ഞാൻ നടപ്പിലാക്കുന്നത് എന്ന് അവർ ബോധ്യപ്പെട്ടു വന്ന് എനിക്ക് നല്ലതാണെന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ല. അതിന് പകരം കറപ്ഷൻ്റെ ചില പ്രശ്നങ്ങൾ വരാം, അതല്ലെങ്കിൽ ഇത്തരം അധികാരങ്ങൾ കാണിക്കാനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള മത്സരത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ ചിലപ്പോൾ ആരോഗ്യവകുപ്പിന് അധികാരമില്ലാന്ന് ഫുഡ് സേഫ്റ്റി പറയും, ഫുഡ് സേഫ്റ്റിക്ക് അധികാരമില്ലെന്ന് ഇങ്ങനെയുള്ള തർക്കങ്ങൾ. പക്ഷേ ഇതൊക്കെ ഈ നിയമങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം ഈ അനാവശ്യമായ ഈഗോ പ്രശ്നങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അപ്രോച്ചോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ വില നോക്കുന്നില്ല, അവനതിൻ്റെ ക്വാളിറ്റി മറ്റു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ബിരിയാണി 80 രൂപ മുതൽ 220 രൂപ വരെ ബിരിയാണി ഉണ്ട്. അതിനകത്ത് 80 രൂപയ്ക്ക് കൊടുക്കുന്നത് ലാഭത്തിലാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വിലയല്ല മലയാളി നോക്കുന്നത്, ഇതെല്ലായിടത്തും ഇത് ചിലവാകുന്നുണ്ട്. അപ്പോൾ മലയാളി നോക്കുന്ന അവനൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അവൻ ചെന്നത് കഴിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസത്തെ
കനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകാത്ത രീതിയിൽ സ്ഥാപനങ്ങൾ മാറേണ്ടതുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ജനങ്ങൾക്കും ആവശ്യമാണ്. ഏതൊക്കെ രീതിയിൽ അവർ പ്രതികരിക്കണം. ഇപ്പം ബെന്നി സാർ പറഞ്ഞതുപോലെ ഇത് ഡിലേ വരുന്നത് പലപ്പോഴും പരിശോധനയിൽ അതൊരു വലിയ തടസ്സം തന്നെയാണ്. കാരണം പലപ്പോഴും ഫുഡ് പോയ്സണിങ് ഉണ്ടാകുമ്പോൾ ആദ്യം അവർ കടക്കാരെ വിളിക്കും, നിങ്ങളുടെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ആശുപത്രിയിലായിട്ടാണ്, അപ്പോൾ നിങ്ങൾ അതിന് കോമ്പൻസേഷൻ, അപ്പോൾ തന്നെ അവിടെ എല്ലാം ക്ലിയർ ആക്കിയിരിക്കും, എല്ലാം ക്ലിയർ ആയിരിക്കും, ഒരു തെളിവും ഉണ്ടാകത്തില്ല അവിടെ. അവർക്കറിയാം പരിശോധന വരുമെന്നുള്ളത്. നെക്സ്റ്റ് ഡേ പരിശോധിച്ചിട്ട് ഒരു കാര്യമില്ല. നെക്സ്റ്റ് ഡേ ഇനി പരിശോധിക്കാൻ പോയില്ലെങ്കിൽ ഒരാക്ഷേപം ഉണ്ടാവും, മനഃപ്പുറം കടക്കാരുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ ചേർന്നുകൊണ്ടാണ് പരിശോധിക്കാത്തത്. നമുക്കറിയാം അവിടെ പരിശോധിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നറിയാം നെക്സ്റ്റ് ഡേ, കാരണം അവർ വളരെ ക്ലീൻ ആയിട്ടിട്ടുണ്ടാവും അവിടെ. ഇതാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ ഈ പരിശോധനയ്ക്കുള്ള ഡിലേ പലപ്പോഴും പ്രശ്നങ്ങളാണ്. ലാബുകളുടെ അവൈലബിലിറ്റി, കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു സാമ്പിൾ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു 2 മുതൽ 8 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു കോൾഡ് ചെയിൻ സിസ്റ്റത്തിലൂടെ വേണം നമുക്ക് അയക്കാനായിട്ട്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലും അതുകൊണ്ട് കാര്യമില്ല. ഇത് സ്റ്റോർ ചെയ്ത് വെറുതെ വെച്ച് കഴിഞ്ഞാലും ഇത് വീണ്ടും കേടാകും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി നിയമപ്രശ്നങ്ങൾ സാറ് പറഞ്ഞ പോലെ അതിനകത്ത് ഒത്തിരി വരാം. കാരണം എവിഡൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ആ ഡിലേ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭക്ഷ്യവിഷബാധയ്ക്ക് ഇരയാകുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആദ്യം ഒന്ന് റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും, കൂടുതൽ ആളുകളിലേക്ക് പകരാൻ സാധ്യതയുണ്ടോയെന്ന് നമുക്ക് അറിയാൻ കഴിയും. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പരിശീലനം ഏതെങ്കിലും വകുപ്പിന് മുൻകൈ എടുത്തുകൊണ്ട് വേണം പരിശീലനം. അതിന് ചെറിയ വേണമെങ്കിൽ നോമിനൽ ഫീസ് വയ്ക്കാം, സംഘടനകൾക്ക് വേണമെങ്കിൽ അത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവെയർ ആകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അബദ്ധം അറിയാതെയാണ് പലരും ഇത് ചെയ്യുന്നത്. അപ്പോൾ കച്ചവടക്കാർ അതനുസരിച്ചുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കുന്നുള്ള വിശ്വാസം എനിക്ക്. ഈ ഹോട്ടൽ ഉടമകളുടെ പ്രതിനിധി എന്ന നിലയിൽ ബിജുലാൽ പറഞ്ഞതിലൊരു വലിയ ഗൗരവമുള്ളൊരു കാര്യമുണ്ട്. കാരണം അവർക്ക് ലഭിക്കുന്ന ഒരു നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഇറച്ചി വേണം. അദ്ദേഹം തന്നെ പറയുന്നത് എത്രമാത്രം വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്നില്ല, പലർക്കും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരുണ്ട്. അത് മാത്രമല്ല സുനാമി ഇറച്ചി എന്ന പേരിൽ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ധാരാളം ഇറച്ചി എത്രയോ ദിവസങ്ങൾ പഴകി തണുപ്പിച്ചിട്ടായിരിക്കാം, എന്നിരുന്നാൽ പോലും അങ്ങനെയുള്ള ഇറച്ചികൾ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അറിയാൻ കഴിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ, ഇപ്പോൾ ട്രോളിംഗ് നിരോധന കാലയളവാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന ആ മത്സ്യം, രാസവസ്തുക്കൾ കലർത്തിയിട്ടുള്ള ആ മത്സ്യം, അതൊക്കെ ഇവരെങ്ങനെ പരിശോധിച്ച് മേടിക്കും എന്നുള്ളൊരു ആശങ്ക കൂടി അവർ പറയുകയുണ്ടായി. ഈ ഇറച്ചിയുടെ കാര്യത്തിൽ ഇപ്പം നമ്മൾ ശരിക്കുള്ള നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് വെറ്റിനറി ഡോക്ടർ പരിശോധിക്കാത്ത ഇറച്ചി വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് അറക്കുന്നതിന് മുമ്പും പരിശോധിക്കണം, അറുത്തതിന് ശേഷവും പരിശോധിക്കണം. കേരളത്തിൽ എവിടെയാണത്? പക്ഷേ അത് പല സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ്. ഇത് സിമ്പിളായിട്ട് ലോക്കൽ ബോഡികൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ എല്ലാ പഞ്ചായത്തിലും തുടങ്ങണമെന്നല്ല. ഇപ്പം നമുക്ക് വയനാട് പ്രൈവറ്റ് സെക്ടറിൽ തുടങ്ങിയിട്ടുണ്ട്, ഒരു NGO തുടങ്ങിയിട്ടുണ്ട്, വൻ ലാഭത്തിലാണ് അത് പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളും കൂടെ ചേർന്നുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് തുടങ്ങാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം, ഇത്തരം പ്രോജക്റ്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മറ്റ് പൈസ മുടക്കി തുടങ്ങാൻ അത്രയും പബ്ലിസിറ്റി കിട്ടത്തില്ല. അതുകൊണ്ടായിരിക്കും ഇതിനകത്ത് വലിയ മുൻകൈ ലോക്കൽ ബോഡികൾ എടുക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ആവശ്യമാണ് ഒന്നത്. രണ്ടാമത്തേത്, വ്യാപാരികൾ ശക്തമായിട്ടൊരു നിലപാടെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ജില്ലയിൽ, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 4-5 ലൈസൻസ്ഡ് സ്ഥാപനങ്ങളുണ്ട്. വെറ്റിനറി കോളേജ് മണ്ണുത്തിയിൽ ഉണ്ട്, കോർപ്പറേഷൻ്റെ ലൈസൻസിലാണ്. ഇപ്പോൾ വെള്ളാങ്കല്ലൂർ ഭാഗത്ത് ഒരെണ്ണം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. അവിടുന്ന് ഞങ്ങൾ മേടിക്കുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ പ്രതിരോധത്തിലേക്ക് പോകും. അറവ് നടത്തുന്ന ആൾക്കാർ, ഡിപ്പാർട്ട്മെന്റുകളും കർശനമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ മതി. ഇവിടെ അറവ് നടത്തുന്ന പോലും പലപ്പോഴും പ്രാകൃതമാണ്, ചുറ്റിക്കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന രീതി. അതെ 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 അതെ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു എങ്ങനെ എവിടെയും നടത്താം എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്, എവിടെ ഇറക്കാം എവിടെ വിൽക്കാം എന്നൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലോക്കൽ ബോഡികൾ കൃത്യമായൊരു കർശനമായ നിലപാട് അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത്തരം ഈ അനധികൃതമായ അറവുകൾ ഒഴിവായി കിട്ടും. ഇത്തരം സ്ഥലങ്ങളിൽ കൊണ്ട് അവരെ അറുത്തിട്ട് കൊണ്ട് വിൽക്കാം. അവിടെ തന്നെ കൊണ്ട് അറുക്കുമ്പോൾ ഒരു ചെറിയ നോമിനൽ ഫീസേ വരുന്നുള്ളൂ. അതുപോലും കൊടുക്കാതെ എളുപ്പത്തിന്, കാരണം ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. അത് അറുത്ത് വിൽക്കുന്നതിൻ്റെ ഈ നല്ല ഇറച്ചിയാണോ എന്ന് മാത്രമല്ല, വേസ്റ്റ് മാനേജ്മെൻറ്റ് അതൊരു അപകടമാണ്. ഇത് അറുത്തിട്ട് പല സ്ഥലത്തും വേസ്റ്റൊക്കെ പുഴയിലേക്കും തോട്ടിലേക്കും തള്ളുന്ന പ്രശ്നങ്ങളൊക്കെ അതും അതിൻ്റെ രൂക്ഷമായിട്ടാണ്. പലയിടത്തും ഈ വേസ്റ്റ് ഇറച്ചിയാണ് പലപ്പോഴും സുനാമി ഇറച്ചി എന്ന രീതിയിൽ കലർത്തി വരുന്നുണ്ട്. ചത്തു വീണതിൻ്റെ ഇത് കൊണ്ട് ഇറക്കാറുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും അസുഖങ്ങളുള്ളതിനെ ഇങ്ങോട്ട് കയറ്റി അയക്കാറുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള നിലപാട് വേണ്ടി വരും. അത് കുറച്ചുകൂടെ ഒന്ന് കർശനമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടേണ്ടതുമാണെന്നുള്ള എൻ്റെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി, എല്ലാവരും അവർ ക്വാളിറ്റിയിലാണ് വിതരണം ചെയ്യുന്നത് പറയുമ്പോഴും ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഈ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ വിലയിലും ചിലയിടത്ത് 10 രൂപയ്ക്കുള്ള ചിലർ വട വിൽക്കുന്നു, ചിലർ 12 രൂപയ്ക്ക്, 15 രൂപയ്ക്ക്, 18, 20 രൂപയ്ക്കും. ഈ ഹോട്ടലിൻ്റെ ഗ്രേഡ് കൂടിയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടിയ വിലയ്ക്കും വിൽക്കുന്നവരുണ്ട്. ഇതിനൊരു ഏകീകൃത സ്വഭാവം വേണ്ടതല്ലേ? പലപ്പോഴും ഇതിൻ്റെ പേരിൽ പല തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഹോട്ടലുകളിൽ. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തോന്നിയുള്ളത്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വില നിശ്ചയിക്കാം ഇന്നത്തെ ഒരു നിയമവ്യവസ്ഥ അനുസരിച്ച്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗ്രേഡിംഗ് സംവിധാനമൊന്നും
നമ്മളുടെ ഈ വിലയെ സംബന്ധിച്ച് ഗ്രേഡിംഗ് സംവിധാനമൊന്നും നമ്മുടെ നാട്ടിലില്ല. പഴയ കാലത്ത് തൃശ്ശൂർ ജില്ലയിൽ കളക്ടർ നേതൃത്വത്തിൽ അപ്രകാരം ഒരു സംവിധാനം ABC ഗ്രേഡായിട്ട് തിരിച്ചുകൊണ്ട് ചെയ്തിരുന്നു. പക്ഷെ അത് എത്രമാത്രം അത് പ്രായോഗികമാണെന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരാൾ എങ്ങനെയാണ് ആ ഹോട്ടൽ സെറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി എന്താണ്, ഒക്കെ അവർ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർക്കത് മുതലാകുന്നൊരു വിലയ്ക്കാണ് അവർക്ക് വിൽക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ വലിയ വിലയ്ക്ക് പ്രൊഡക്റ്റ് വിൽക്കുന്നു, ഒരു ചായക്ക് തന്നെ വലിയ വ്യത്യാസമുള്ള വിലയ്ക്കൊക്കെ പലപ്പോഴും വിൽക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു അംഗീകൃത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ഒരു സംവിധാനത്തിലില്ല. അല്ല, അത് ഉപഭോക്താവിനെ സംബന്ധിച്ചിട്ട് അത് ഒരു ശരിയായ രീതിയാണോ എന്നുള്ളത് അത് ഒരിക്കലും ശരിയായ സംഗതിയല്ല. ഒരു പാക്കഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും, ഇത് ഇന്ന ആ പാക്കറ്റുമുള്ള വിലയ്ക്കാണ് ഉൽപ്പന്നം വിൽക്കാൻ കഴിയുള്ളൂ എന്ന് പറയാൻ കഴിയും. പക്ഷേ അതുമ്പോൾ പാക്കറ്റുമ്പോൾ കൂടുതൽ വിലയിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു നിർമ്മാതാവാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെ കാര്യത്തിന് എടുക്കുക, ആ ബിസ്ക്കറ്റിലെ കണ്ടൻസ് വെച്ചിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങളുടെ മേക്കിംഗ് കോസ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നില്ല, അതുമ്പോൾ ആകെ പ്രിൻറ്റ് ചെയ്യുന്ന സംഗതികൾ അതിൻ്റെ റീറ്റെയിൽ റേറ്റാണ്. അതിനൊരു മാനദണ്ഡം സർക്കാർ നിശ്ചയിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കില്ലേ? സർക്കാർ നിശ്ചയിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പല രാജ്യങ്ങളിലും മേക്കിംഗ് കോസ്റ്റ് അടക്കം പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ മേക്കിംഗ് കോസ്റ്റും അതുപോലെ തന്നെ പരമാവധി വിൽപ്പന വിലയും നമ്മൾ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ മേക്കിംഗ് കോസ്റ്റ് തൊട്ട് പരമാവധി വിൽപ്പന വരെയുള്ള ആ റേഞ്ചിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. പക്ഷേ ഇവിടെ ഒന്നും ഇന്ത്യയിൽ അത് പ്രായോഗികമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെയ്യാവുന്ന കാര്യം മേക്കിംഗ് കോസ്റ്റ് ഉണ്ടാകുന്നതാണ്. ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. പലപ്പോഴും ഈ MRPയിലും കൂടുതൽ ഉൽപ്പന്നം വിൽക്കാൻ പാടില്ല എന്ന് നിയമം വന്നപ്പോൾ MRPയിലും കൂടുതൽ വിലയിട്ടിട്ട് ഉൽപ്പന്നം വിൽക്കാൻ പാടില്ല എന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു? പ്രൊഡക്റ്റിൻ്റെയൊക്കെ MRP റേറ്റ് അങ്ങോട്ട് വല്ലാതെ കൂട്ടി. അപ്പോൾ ഒരു 10 രൂപയ്ക്ക് വിൽക്കേണ്ട ഒരു പ്രൊഡക്റ്റ് പിന്നീട് വിൽക്കുന്നത് അവർ 30 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ എത്രയ്ക്ക് വേണമെങ്കിലും എടുക്കാം. അത് ഡീലറെ സംബന്ധിച്ച്, വ്യാപാരിയെ സംബന്ധിച്ച് എത്ര രൂപ വേണമെങ്കിൽ അതിന് കളക്ട് ചെയ്യാവുന്നൊരു അവസ്ഥ വന്നു. അപ്പോൾ അവിടെയും ആ രീതിയിൽ അവിടെ ഉപഭോക്താവ് അപ്പോൾ ആത്യന്തികമായിട്ട് കബളിപ്പിക്കുകയാണ് ചെയ്ത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യാവുന്ന കാര്യം ഇതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ എത്രമാത്രം സർക്കാരിന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പം ഒരു ഭരണകൂടത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഈ ഒരു വിഷയം ഒരു ഹോട്ടൽ നടത്തുന്നു, ആ ഹോട്ടലിൻ്റെ കാര്യങ്ങൾ മുഴുവൻ മാത്രം നോക്കി സർക്കാരിന് നിശ്ചയിക്കാൻ കഴിയില്ല. ഇത് ഒരു സ്വയംബോധത്തിലൂടെ, അതായത് സ്വയംബോധം നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പൊതുബോധം ക്രിയേറ്റ് ചെയ്ത് മാത്രമേ ഇത് പ്രായോഗികമുള്ളൂ. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂഷണം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരാൾക്ക് ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയും ചൂഷണം ചെയ്യാം. ആ ചൂഷണത്തെ തടയാനായിട്ടുള്ള ഒരുപാട് പരിമിതികൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ അലർട്ടായിട്ട് ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ പരാതിപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമാണ് രക്ഷപ്പെടുക. അതിന് നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ നമുക്ക് പരാതിപ്പെടാൻ ഒരു താല്പര്യമില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ഹോട്ടലിൽ നിന്ന് ആളിൽ ക്യൂ നിൽക്കുകയാണ്, പൈസ കൊടുക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഒരാളോടെ ബില്ല് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന പൈസ കൊടുക്കാൻ നിൽക്കുന്ന ആൾ അസ്വസ്ഥരാകും. ഞങ്ങളുടെ സമയമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബസ്സിൽ ടിക്കറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഇതിൻ്റെ അവസ്ഥ ടിക്കറ്റ്. അപ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ അവകാശങ്ങൾ വേണ്ടാന്ന് പലപ്പോഴും നമ്മൾ വെക്കുന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾ എത്ര സ്ഥലങ്ങളിൽ നമുക്ക് കിച്ചണിൽ പോയിട്ട് ഹോട്ടലിൻ്റെ പ്രവർത്തനം നമുക്ക് പരിശോധിക്കാൻ കഴിയും? ചില സ്ഥലങ്ങളിലൊക്കെ ഓപ്പൺ കിച്ചൺ വെച്ചിട്ടുണ്ട്, നമുക്ക് അതിനുള്ള സംവിധാനം ഇല്ല. ചിലയിടങ്ങളിൽ കിച്ചണിൽ ക്യാമറ വെച്ച് അത് ഉപഭോക്താവിന് കാണാവുന്നില്ല. അത് അത്രയും ഹൈജീനിക്കായി ചെയ്യുന്ന അവകാശപ്പെടാനും അതുപോലെ തന്നെ അതിനുള്ള സംവിധാനമുള്ള ആളുകളെ ചെയ്യുന്നുള്ളത്, മറ്റുള്ളവരെ ചെയ്യുന്നില്ല. നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇവിടേക്ക് പ്രവേശനമില്ല. അപ്പോൾ അവിടെ എന്താണ് നിർമ്മിക്കുന്നത്, എന്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് അറിയാം. ഒരു സംവിധാനം നമുക്ക് ഇല്ല. ഇവിടെയൊക്കെ കൺസ്യൂമർക്ക് എങ്ങനെ ഇടപെടാൻ കഴിയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മളിപ്പോൾ പറയുകയാണ് ഇതൊക്കെ നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ പരിമിതികൾ നമ്മൾ ഉൾക്കൊള്ളണം. ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്, അത്രയധികം ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ഇതെല്ലാം നിയമത്തിൻ്റെ പരിധി കൂടെ കൊണ്ടുപോകുമ്പോൾ നിയമം തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. നിയമത്തിന് തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭക്ഷ്യവിഷബാധ വന്നു കഴിഞ്ഞാൽ പരാതി കൊടുക്കുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്യാനുള്ള നേരെ അവർക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്യണമെന്നുള്ള അർത്ഥമല്ല പറയുന്നത്. അപ്പോൾ അവിടെ കസ്റ്റമറെ അലർട്ടാക്കുമ്പോൾ എങ്ങനെ അലർട്ടാക്കണം, ഇത് ഇങ്ങനെ ഒരാൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ സർക്കാർ എങ്ങനെ അത് പ്രതികരിക്കണം, സർക്കാർ എത്ര മണിക്കൂറുകളിൽ പോകണം, സർക്കാരിനുള്ള സംവിധാനം ഉണ്ടോ, സർക്കാരിനുള്ള ജീപ്പുണ്ടോ, അവിടെ എത്തിപ്പെടാൻ ഉദ്യോഗസ്ഥരുടെ സംവിധാനം ഉണ്ടോ, ഒരു ഒരു ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ജില്ലയെ പോലും കണക്കാക്കുമ്പോൾ പല രാജ്യങ്ങളിലെയും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലകളാണ് നമ്മളുടെ ജില്ലകൾ. അപ്പോൾ അത്തരത്തിലുള്ള പല ഉയർന്ന രാഷ്ട്രങ്ങളിൽ ചെയ്യുന്ന ആ ഒരു രീതികളൊന്നും നമുക്കിവിടെ ആവിഷ്കരിക്കാൻ സാധ്യമല്ല. നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഉപഭോക്താക്കളെയും അതുപോലെ തന്നെ വ്യാപാരികൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നതാണ്, അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഹോട്ടലിൽ വിളമ്പുന്ന ഭക്ഷണം നിങ്ങൾ തന്നെ കഴിക്കുന്നതാണ്. ആ തലത്തിലുള്ളൊരു ബോധവൽക്കരണം, ഒരു സ്വയം പ്രതിരോധം ആ രീതിയിൽ കൊണ്ടുവരാൻ കുറച്ചുകൂടി അഭികാമ്യമായ സംഗതി. അതോടൊപ്പം തന്നെ നിയമത്തിൻ്റെ കർശനമായിട്ടുള്ള ഈ നിയമം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പലപ്പോഴും നിയമം ഉണ്ടാക്കുന്നത് മുഴുവൻ നോക്കൂത്തിയായി മാറാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് നടപ്പിലാക്കാനുള്ള സംവിധാനം നമുക്കില്ല.
എത്ര ഹോട്ടലിൽ കണ്ട് പരിശോധന നടത്താൻ പറ്റും? ആ ഓണത്തിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെയോ തലേദിവസം ഇപ്പോൾ കുറച്ച് ഹോട്ടലുകളിൽ ചെല്ലും, അവിടെയൊക്കെ എല്ലാ ഫ്രിഡ്ജുകളിലും അവരുടെ ഫ്രീസറുകളിലും ഈ പറയുന്ന ഫുഡ്സ് ഉണ്ടാവും. അത് കൊണ്ടുവന്നിട്ട് പുറത്തെടുത്ത് വന്നിട്ട് പരിശോധിക്കും. പലപ്പോഴും ഹോട്ടലുകളുടെ പേരും പറയില്ല, പേര് ഒഴിവാക്കി വെക്കും. ഇതൊരു പ്രഹസനമായിട്ട് എല്ലാ തവണയും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് എന്ത് മാറ്റമാണ് നമുക്ക് സംഭവിക്കുന്നത്? ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ഉപഭോക്താവിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ഉപഭോക്താവ് നിസ്സഹായനാണ് ഈ വിഷയത്തിൽ. ഉപഭോക്താവിന് പരാതിപ്പെടാൻ മാത്രമേ സംവിധാനമുള്ളൂ. മറ്റ് സിസ്റ്റം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കോടതിയിൽ പോയ പോലും നിവൃത്തി കിട്ടാത്ത സാഹചര്യമാണുള്ളത്. മറ്റു ചില കാര്യങ്ങൾക്ക് നമുക്ക് കോടതിയിൽ പോയി നമുക്ക് ഇത് കിട്ടും. ഭക്ഷ്യവിഷബാധനെ സംബന്ധിച്ചൊരു പരാതി കൊടുത്തിട്ട് അതിനെ തെളിയിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് തെളിയിക്കുന്നതിലും ബുദ്ധിമുട്ടാണ്. അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടണം ഒരു കേസ് ജയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ. വളരെ ബുദ്ധിമുട്ടാണ്. ആളുകൾ ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥയാണ്. പിന്നെ ആളുകൾ ഈ എത്രയോ ആളുകൾക്ക് ഈ വിഷയം വരുമ്പോൾ 1-2 ആളുകളാണ് ഇത് പരാതിപ്പെടുന്നത്. ബഹുഭൂരിപക്ഷം ആൾ പരാതി. അത്രയ്ക്കും അത് മാരകമായിട്ട് ഹർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് പരാതിപ്പെടുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഭക്ഷ്യവിഷബാധ നമുക്ക് ഓരോ ദിവസങ്ങളും ഏറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ പല രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാറില്ല. ആൾ മരണത്തിലെത്തുക, ആശുപത്രിയിലേക്കൊക്കെ അഡ്മിറ്റ് ചെയ്യുക, ആ സാഹചര്യത്തിൽ മാത്രം നമുക്ക് പരാതിപ്പെടാൻ കഴിയുന്നത്. അവിടെയാണെങ്കിൽ സിസ്റ്റം ആണെങ്കിൽ വളരെ ഫെയിലിയറായി നിൽക്കുകയാണ്. ഇതെങ്ങനെ നിവർത്തിക്കണം, ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിവർത്തിക്കണം എന്നുള്ളതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അറിയണ്ടേ. ഒരു പോലീസിലേക്ക് പരാതി കൊടുത്താൽ പോലീസ് എങ്ങനെയാണ് ഇതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണിത് ഡീൽ ചെയ്യേണ്ടത്, അത് അവർ കൃത്യമായിട്ട് അവർക്കറിയണം. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അതെങ്ങനെ പ്രവർത്തിക്കണം, അവർക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടാവണം. എല്ലാവരും ഇരുട്ടിൽ തപ്പുന്നൊരവസ്ഥയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ പരാതിയായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോഴത്തെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ അപ്പം തന്നെ ഷവർമ നിരോധിച്ചു, അല്ലെങ്കിൽ ആ പറഞ്ഞ രീതിയിലുള്ളത് നിരോധിച്ചു. ആത്യന്തികമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് പഠനം നടത്തുന്നില്ല. എന്താണ് ഇതിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നത്? അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള പഠനം നടത്താനായിട്ട് നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലാണ്. സംവിധാനങ്ങളുടെ പരിമിതി വലിയ രീതിയിൽ ഉപഭോക്തൃ ചൂഷണത്തിന് കാരണമാകുന്നുണ്ടൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഹോട്ടൽ ഉടമകൾ ഉണ്ടാകട്ടെ, അവർ ജനങ്ങൾക്ക് കൂടുതൽ സേവനം ചെയ്തിട്ടില്ല. അവരെ മനസ്സിൽ നിന്ന് വന്നുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് ഈ ഭക്ഷണം കൊടുത്തിട്ട് ആർക്കും കുഴപ്പമുണ്ടാവരുതെന്നുള്ളൊരു മാനസിക ബോധത്തിലേക്ക് ഹോട്ടൽ ഉടമകളും ബന്ധപ്പെട്ട ഈ ഭക്ഷണം നിർമ്മിക്കുന്ന ആളുകൾക്ക് മാറുകയാണ് അഭികാമ്യമായിട്ടുള്ളത്. മറിച്ച് നമ്മൾ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒരു പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്കയുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായപ്പോൾ സർക്കാർ എടുത്ത തീരുമാനം പാഴ്സൽ ഭക്ഷണങ്ങളിൽ എപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കി എത്ര സമയത്തിനുള്ളിൽ കഴിക്കണം എന്ന സ്റ്റിക്കർ അതിൽ കൃത്യമായി പതിക്കണം എന്നൊരു തീരുമാനം ഉണ്ടായി. ചിലർ അത് പാലിക്കുന്നുണ്ട്, ചിലർ ഇപ്പോഴും അത് പാലിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരു സ്റ്റാർ റേറ്റിംഗ് ഹോട്ടലുകൾക്ക് നൽകാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ സൈറ്റിൽ പോയാൽ അറിയുമെന്ന് പറയുന്നു. ഉപഭോക്താവിന് യഥാർത്ഥത്തിൽ ഹോട്ടലിൽ ചെന്നാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഇത്ര സ്റ്റാറുള്ള ഹോട്ടലാണ് എന്നുള്ളത് മുന്നിൽ തന്നെ കാണാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും അഭികാമ്യമാവും. നിങ്ങൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖല ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. കുറേ പേർ ഈ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ട്. ഈ പരിമിതികളെ മറികടക്കാൻ എന്തായിരിക്കും നിങ്ങൾക്ക് സർക്കാരിന് മുന്നിലേക്ക് വെക്കാനുള്ള ഒരു നിർദ്ദേശങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫുഡ് സേഫ്റ്റി ആയാലും ആരോഗ്യവകുപ്പായാലും ഒക്കെ എന്തെല്ലാം ഈ മേഖലയെ ഉദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അതിലൊക്കെ ഞങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു 3 കാര്യങ്ങളാണ്. അതിൽ ബെന്നി സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് 3. ഇവിടെ കൺസ്യൂമർ എന്നതാണ് പറയുന്ന ഉപഭോക്താക്കൾ എന്ന് പറയുന്ന ആളുകളെയാണ് എനിക്ക് തോന്നുന്നു ഹോട്ടൽ വ്യാപാര മേഖല നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളെ പോലെ നമ്മൾ ബോധവൽക്കരിക്കേണ്ട ഒരു വിഭാഗമാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഭക്ഷ്യ വിഷബാധ അപകട മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അറേബ്യൻ ഫുഡുകൾ കഴിച്ചിട്ടാണ്. ചൈനീസ് ഫുഡുകൾ വന്നു, നമ്മളെ ഭക്ഷണങ്ങൾ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ നമ്മൾ പരിചരിച്ചു, ചൈനീസ് ഫുഡുകൾ പരിചരിച്ചു. നമ്മൾ അറേബ്യൻ ഫുഡുകൾ ആ നാട്ടിൽ നിന്ന് പോയിട്ട് ആളുകൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ നാട്ടിലുള്ള കാലാവസ്ഥയോ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങളോ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ആളുകൾ അതിലേക്ക് കൂടുതൽ ആവേശം കാണിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഭക്ഷണശാലകൾ കൂണുകൾ മുളച്ചു പൊന്തുകയും ചെയ്തു. ഈ കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഇത് എങ്ങനെ കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നോ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യമായിട്ടുള്ള അറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കറിയാം മയോണൈസ് എന്ന് പറയുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു അപകടകാരിയാണ് എന്ന് പറയുന്ന സാധനം കോഴിമുട്ട ചേർത്തിട്ട് ഓയിലും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിലെ കോഴിമുട്ട അപകടകരമായിട്ടുള്ള രീതിയിൽ കേടായിട്ടുള്ള കോഴിമുട്ടയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ വലിയ രീതിയിലുള്ള ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് കോഴിമുട്ട ഒഴിവാക്കിയിട്ടുള്ള ഒരു മയോണൈസ് ഉണ്ടാക്കണമെന്ന് സർക്കാർ ആ സമയങ്ങളിൽ നിർദ്ദേശം കൊടുത്ത് ഞങ്ങളത് പാലിച്ചു വരുന്നത്. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കൂ, ഒരു ഹോട്ടലിൽ ചെന്ന് ഒരു ഷവർമ അല്ലെങ്കിൽ ഒരു അൽഫാം അല്ലെങ്കിൽ ഒരു ബാർബിക്ക് വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് എന്താണ്?
കൂടുതൽ മയോണൈസ് അതിൽ വെക്കണം. നമ്മൾ ഉൾപ്പെടുന്ന ആളുകൾ പറയുന്നത് കൂടുതൽ മയോണൈസ് അതിൽ വെക്കണമെന്നാണ്. കുഴിമന്തി നമ്മൾ കഴിക്കുന്ന ഒരു വിഭവമാണ്. അപകടമുണ്ടായി എന്ന് പറയുന്ന വേറൊരു വിഭവമാണ് കുഴിമന്തി. കുഴിമന്തിക്ക് കഴിക്കുമ്പോൾ ആളുകൾ എങ്ങനെയാണ് നമ്മൾ വീഡിയോയിലും ഇതിലൊക്കെ കാണുന്നത്, എങ്ങനെയാണ് കുഴിമന്തി കഴിച്ചിട്ടുള്ളത്? നമ്മളെല്ലാം സദ്യ കഴിച്ച് അതിൻ്റെ മുകളിൽ തൈര് ഒഴിച്ച് കഴിക്കുന്ന പോലെയാണ് കുഴിമന്തിയിലെ ചോറിൻ്റെ മുകളിൽ മയോണൈസ് എന്ന് പറയുന്ന വിഭവം, അത് ചേരുവ ചേർത്തിട്ട് കഴിക്കുന്നത്. അതെല്ലാം കഴിക്കുന്നതിനൊരു പരിധിയുണ്ട്. അറബി നാടുകളിൽ അറേബ്യൻ ഫുഡിൻ്റെ കൂടെ പല വിഭവങ്ങൾ കൂടിയും മയോണൈസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ അതിൽ കൂടുതൽ, പ്രത്യേകിച്ച് യുവതലമുറ, ന്യൂ ജനറേഷൻ മയോണൈസ് കൂടുതൽ ആർത്തിയോട് കൂടിയിട്ട് അത് കഴിക്കുന്നു. അത് കഴിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷേ അത്തരം ചില കാര്യങ്ങളിൽ, ചില വിഭവങ്ങളിൽ, മത്സ്യവിഭവങ്ങളിൽ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ കഴിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്ന പൂരി പോലെയുള്ള വിഭവങ്ങൾ കഴിക്കാൻ പറ്റാത്ത ചെറിയ പ്രതിരോധ ശക്തിയുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ തങ്ങൾക്ക് പറ്റിയിട്ടുള്ള വിഭവങ്ങൾ, പറ്റാത്ത വിഭവങ്ങൾ എന്ത് എന്നുള്ളത് ഉപഭോക്താക്കൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാൻ വെച്ചാൽ, എല്ലാം ഈ ഹോട്ടലുകളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ പിന്നെ രക്ഷപ്പെടുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പം നമ്മളെല്ലാം കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. നമ്മൾ നല്ലൊരു ഹോട്ടലിൽ നമ്മൾ വൈകുന്നേരം ചിലവഴിക്കാൻ പോയി അവിടെ കുറച്ച് നേരം ഇരുന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് റോഡിന് നടുക്കുള്ള നമ്മൾ കുലുക്കി സർബത്തോ അല്ലെങ്കിൽ ഒരു ഉന്തുവണ്ടിയിലുള്ള ഉപ്പിലിട്ട മാങ്ങയോ കാണുന്നത്, അല്ലെങ്കിൽ വേറെ എന്ത് തരത്തിലുള്ള ഐസ്ക്രീമുകൾ കാണുന്നത്. അനധികൃതമായിട്ട് റോഡിൽ ലൈസൻസും ഇല്ല, ഒന്നുമില്ലാതെ വിൽക്കുന്ന ഈ കാണുന്ന വിഭവം കാണുമ്പോൾ കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുക്കുകയും അവർക്ക് പിറ്റേന്ന് രാവിലെ മുതൽ അസ്വസ്ഥത ഉണ്ടാവുകയും കഴിച്ചത് ഓർമ്മ ഉണ്ടാവുന്നത് ഹോട്ടലിലെ ഭക്ഷണമാണ്. പക്ഷെ ഇതിൽ വിപരീത പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഈ അവസാനം വാങ്ങിക്കൊടുത്ത ഈ വിഭവമാവാം, നമുക്ക് ഉറപ്പില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒന്ന് ഉപഭോക്താക്കൾക്ക് ബോധ്യം വേണം. പിന്നെ ബെന്നി സാറ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, വിലയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നമുക്ക് അദ്ദേഹം തന്നെ പറഞ്ഞു, നിയമപരമായിട്ട് ഇപ്പോൾ അതിന് പറ്റിയ സാഹചര്യം യാഥാർത്ഥ്യമാണ്. കാരണം തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്ക് വിവിധതരം ചേരുവകൾ ചേർത്ത് വിവിധ സാഹചര്യങ്ങളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് അവർ നിർദ്ദേശിക്കുന്ന വില നിശ്ചയിക്കണം എന്നുള്ള നിയമം നിലനിൽക്കുന്ന നാടാണ് നമ്മുടെ നാട്. ഞങ്ങളെ സംബന്ധിച്ച് സംഘടന പറയുന്നത് ന്യായമായിട്ടുള്ള വില മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അന്യായമായിട്ട് വില ഈടാക്കി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചീത്തപ്പേരുണ്ടാക്കരുത് എന്നുള്ളത് നമ്മളെല്ലാവർക്കും, നമ്മുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിലുപരി വില ഈടാക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ഉപഭോക്താവിന് അവിടെ വിലവേര പട്ടിക പ്രദർശിപ്പിക്കണം എന്നുള്ളത് നാട്ടിൽ നിയമമാണ്. അതിന് ലീഗൽ അതോറിറ്റി അത് പരിശോധിച്ച് അതില്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാം. പിന്നെ അത് അറിയാനുള്ള അവകാശം ഉപഭോക്താക്കൾക്കുണ്ട്, യാതൊരു സംശയമില്ല. അത് കഴിച്ചു കഴിഞ്ഞ് അവർക്ക് തിരികെ പോകുമ്പോൾ അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബില്ല് വാങ്ങാനുള്ള അവകാശം ആ ഉപഭോക്താക്കളുണ്ട്. അതിനൊന്നും യാതൊരു, ഇതൊക്കെ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് താൻ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിന് ന്യായമായിട്ടുള്ള വില അല്ല ഈടാക്കിയിട്ടുള്ളെങ്കിൽ ആ ഉപഭോക്താവിന് ആ സ്ഥാപനത്തെ പിന്നീട് ഒഴിവാക്കാം. അയാൾക്ക് ആ സ്ഥാപനത്തിൽ പിന്നെ കയറാണ്ടിരുന്ന അത്തരം സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിരവധി സ്ഥാപനങ്ങൾ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ വ്യാപാര മേഖല അത്യന്തം ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വില വർധനവ് തന്നെയാണ്. അനിയന്ത്രിതമായിട്ടുള്ള വില വർധനവ് ഈ മേഖലയുടെ നട്ടെല്ലൊടിച്ചു. അതിലുപരി ഈ മേഖലയ്ക്ക് യാതൊരുവിധ സഹായങ്ങളും സർക്കാർ ഭാഗത്തുനിന്ന് ഒരുവിധ സഹായങ്ങളും, നിയന്ത്രണങ്ങളല്ലാതെ ഒരുവിധ സഹായങ്ങളും ലഭ്യമാവുന്നില്ല. ജനകീയ ഹോട്ടൽ എന്ന് പറഞ്ഞ് സർക്കാർ തുടങ്ങിയിട്ടുള്ള സ്ഥാപനത്തിന് 20 രൂപയ്ക്ക് ഊണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. 20 രൂപയ്ക്ക് ഊണ് കൊടുത്തു പിടിച്ചു നിൽക്കാൻ പറ്റാതെ 300ഓളം സ്ഥാപനത്തിൽ 1100 എണ്ണം തുടങ്ങിയതിൽ 300 എണ്ണം അതേപടി പൂട്ടിപ്പോയി. വാടക കൊടുക്കേണ്ടതില്ല, പിന്നെ KSEB ബില്ല് അടയ്ക്കേണ്ടതില്ല. KSEB ബില്ലും വാട്ടർ അതോറിറ്റിയുടെ ബില്ലും മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. അത് കൊല്ലങ്ങളായിട്ട് അവർ അടയ്ക്കുന്നില്ല, വാടക കൊടുക്കുന്നില്ല. എന്നിട്ട് പോലും സബ്സിഡി ആയിട്ട് 35 മുതൽ 55 രൂപ വരെ ഞങ്ങൾ ചോറിന് വാങ്ങുന്ന അരിക്ക് 11 രൂപ 90 പൈസയ്ക്ക് സർക്കാരിൽ നിന്ന് സബ്സിഡിയോടുകൂടി ലഭിക്കുന്ന അരി വാങ്ങി ഭക്ഷണം 20 രൂപയ്ക്ക് ചോറ് കൊടുത്തിട്ട് പോലും അവർക്ക് മറ്റു വിഭവങ്ങൾക്ക് സാധാരണ ഹോട്ടലിലെ വില ഈടാക്കിയിട്ട് പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ സർക്കാർ 30 രൂപയാക്കി കൊടുത്തു, 10 രൂപ കൂട്ടിക്കൊടുത്തു. എന്നിട്ട് പോലും ഇപ്പോൾ ഒറ്റ സ്ഥാപനങ്ങളും ഇനി അടുത്ത മാസം മുതൽ മുന്നോട്ട് പോകാനും കഴിയില്ല എന്നുള്ള നിലപാടാണ് സർക്കാരിലേക്ക് അറിയിച്ചിട്ടുള്ളത്. ഇതാണ് സാഹചര്യം. അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ KSEB ആവട്ടെ, വാട്ടർ വെള്ളത്തിൻ്റെ കരമാവട്ടെ, മറ്റേ ലൈസൻസ് ഫീ ആവട്ടെ, കെട്ടിട നികുതി ആവട്ടെ, തൊഴിൽ നികുതി ആവട്ടെ, ഏത് മേഖലയിൽ ഏത് രീതിയിൽ നോക്കിയാലും
എത്രത്തോളം ഈ മേഖലയിലുള്ള ഹോട്ടൽ വ്യാപാരികളെ മാക്സിമം പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ ആ രീതിയിലാണ് സർക്കാർ ഭരണ നേതൃത്വങ്ങൾ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 രൂപ ചില്ലാതെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഒരു ഹോട്ടൽ ഉപയോഗിക്കുമ്പോൾ 14 രൂപയുടെ അടുത്താവുകയാണ്. അതേപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പൈസയൊക്കെ 100 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വാടക? നമുക്കറിയാം കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വാടക വർദ്ധന, ജീവനക്കാരുടെ ശമ്പളം, ജീവനക്കാരുടെ താമസം, അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ചിലവുകൾ, ഇതേ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഹെൽത്ത് കാർഡ്, അത് കാലാനുസൃതമായുള്ള നിയമങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചിലവുകൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം. നിരവധി സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ പരിചയമില്ലാത്തവർക്ക് ഒന്നും പിടിച്ചു നിൽക്കാൻ, മനസ്സിന് ശക്തിയില്ലാത്തവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഭക്ഷ്യവിഷബാധ പോലെയുള്ള ദുരന്തങ്ങൾ, അതിനിടയിലാണ് ഭക്ഷ്യവിഷബാധ ദുരന്തം പോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മുതലെടുക്കുന്നതിന് വേണ്ടി ഫോണിൽ വിളിച്ച് 15,000 രൂപ വേണം, 35,000 രൂപ വേണം, 3 കുട്ടികൾ ആശുപത്രിയിലാണ് എന്നെല്ലാം പറഞ്ഞ് വ്യാജമായിട്ട് ഈ മേഖലയിലെ ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങൾ വേറൊരു ഭാഗത്ത്. നിരവധി വിഷയങ്ങൾ ചാനലുകളിൽ ഉൾപ്പെടെ ഈ അടുത്ത ദിവസങ്ങളൊക്കെ അറസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നേരത്തെ സാറ് സൂചിപ്പിച്ച മാതിരി ഒരു അപകടം വരുമ്പോൾ കയറി വന്ന് പിന്നെ കാണുന്ന ഒരു നരനായാട്ടാ, കാണുന്ന മുഴുവൻ ഉണ്ടാക്കി വെച്ചൊക്കെ എടുത്ത് അവർ പുറത്ത് കൊണ്ടുപോയി വെയിലത്ത് വെക്കും. അത് 10 മിനിറ്റ് കഴിഞ്ഞാൽ അതെല്ലാം ഉണങ്ങി വ്രണമാതിരിയാവും. അത് വീഡിയോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് സ്ഥാപനങ്ങളുടെ മുഴുവൻ ഹോട്ടൽ വ്യാപാര മേഖലയിലും പഴകിയ ഭക്ഷണങ്ങളാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള പേരിൽ വ്യാപകമായിട്ടുള്ള താറടിക്കൽ. ഗുരുവായൂരിലൊക്കെ 2 വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു ഭക്ഷണ പരിശോധനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം ഗുരുവായൂരിലെത്തുന്ന ഭക്തജനങ്ങൾ ആ മേഖലയിൽ നിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ഓരോരുത്തർ മാറി വരുന്നതിനെതിരെ പരാതി കൊടുക്കേണ്ട, പോലീസിൽ പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് HRക്ക് വരേണ്ട ഒരു സാഹചര്യമാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഹോട്ടൽ ഉടമയ്ക്ക് എത്രത്തോളം അയാൾ ഭയപ്പെടുന്നുവോ അല്ലെങ്കിൽ അയാൾ ഒക്കെ മാനസിക സംഘർഷം, ആ സംഘർഷത്തെ മുതലെടുത്ത് അയാളെ ഭീഷണിപ്പെടുത്തി പണം മേടിക്കുക. ഈ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുള്ള കേസുകൾ ഉണ്ടാവും, ജെന്യൂൻ കേസുകൾ ഉണ്ടാവും, അതിനുള്ള സാഹചര്യങ്ങൾ സാറ് പറഞ്ഞമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് തട്ടിപ്പ് നടത്താൻ വേണ്ടി രംഗത്തിറക്കുന്ന വേറൊരു വിഭാഗം. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഹോട്ടൽ വ്യാപാര മേഖല പോകുന്നത് എന്നുകൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് കൂടിയാണ് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഹോട്ടൽ ഉടമകൾ അവരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്. ഇതേസമയം തന്നെ സർക്കാർ സംവിധാനത്തിൽ നമ്മൾ നേരത്തെ ഭക്ഷ്യവിഷബാധയെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഈ നമുക്കുള്ള പരിമിതമായ ഉദ്യോഗസ്ഥർ, വാഹനങ്ങൾ, തൃശ്ശൂരിലെ ഭക്ഷ്യസുരക്ഷാ ഓഫീസിൽ ഒരു വാഹനമുണ്ടായിരുന്നു, ദശാബ്ദങ്ങൾ പഴക്കമുള്ള. അതിൽ കയറിയാൽ തുരുമ്പ് കയ്യിൽ തട്ടി ചിലപ്പോൾ മുറിവും അല്ലെങ്കിൽ ആശുപത്രിയെ സമീപിക്കേണ്ടി വരും. അങ്ങനെ കുറേ പരിമിതമായ ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. കുറേ വർഷങ്ങളോളം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച, അതിൻ്റെ ഉന്നതതലത്തിൽ തന്നെ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എങ്ങനെ ഇതിനെ വിലയിരുത്താനാകും? ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പരിശോധന ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ഉദ്യോഗസ്ഥനോ അല്ല ഉദ്യോഗസ്ഥയാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള വാഹന സൗകര്യങ്ങളില്ല. ഇത് കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് നമ്മുടെ കേരള നിയമസഭ പുതിയ നിയമം കൊണ്ടുവന്നത്. 2023 നവംബറിൽ വന്ന കേരള പൊതുജനാരോഗ്യ നിയമം. അതിന് ചില കമ്മിറ്റികൾ, അതിനകത്ത് ഈ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് അംഗങ്ങളാണ്. ജില്ലാതല ബോർഡിലും താഴെത്തരത്തിലെ ബോർഡും സംസ്ഥാന ബോർഡിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ ഉൾപ്പെടെ അതിനകത്ത് അംഗങ്ങളാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ചർച്ച നടത്തിയിട്ടാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ നിലവിലുള്ള ആരോഗ്യവകുപ്പിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാർ ഓതറൈസ്ഡ് ഉദ്യോഗസ്ഥന്മാരായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പഞ്ചായത്തിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു 5 ഉദ്യോഗസ്ഥന്മാർ മിനിമം ഉണ്ടാവും. പഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് അതിനകത്ത് അധികാരം കൊടുത്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മുകളിലേക്കുള്ളവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് ഉണ്ട്. അവർക്കെല്ലാം ഇതിനകത്ത് പരിശോധന നടത്താം. അതിൽ ലിമിറ്റേഷൻസ് ഉള്ളത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് അനുസരിച്ച് മാത്രമേ ഒരു അഡൾട്രേഷൻ ഉണ്ടെങ്കിലും മായം ചേർക്കുന്ന കേസിൽ സാമ്പിൾ എടുക്കാനുള്ള അധികാരം വേറെ ആർക്കും ഇല്ല. അത് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പകർച്ചവ്യാധിയുടെ സാഹചര്യമോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ജീവന ഹാനികരമാകുന്ന രീതിയിൽ പഴയ ഭക്ഷണമോ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതോ അത്തരം സാഹചര്യങ്ങളിൽ കർശനമായ നിലപാടെടുക്കാനും നടപടിയെടുക്കാനും അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഹസനമായിട്ട് പരിശോധനകൾ മാറുമ്പോഴാണ് ഇതിനകത്ത് വരും. ഇപ്പം പിന്നെ നമ്മളുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം മത്സ്യം മാർക്കറ്റിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞ് ട്രോളിംഗ് നിരോധനം നടക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കെമിക്കൽ ചേർന്ന ഭക്ഷണം കേരളത്തിൽ വരുന്നത്. ഇതെല്ലാ വർഷവും കൃത്യമായ സമയത്താണ് വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലും ബോർഡറുകളിലും പരിശോധന കർശനമാക്കിയാൽ മാത്രം മതി, ഇങ്ങോട്ട് വരില്ല. കാരണം നമ്മുടെ ഗുജറാത്ത് മുതലിങ്ങ് വന്ന മംഗലാപുരം പോലുള്ള സാധനങ്ങൾ അവിടെയുള്ള പല ഏജൻസികളും പിടിക്കുന്ന മീനിനെ നേരത്തെ സ്റ്റോക്ക് ചെയ്യും ഈ ട്രോളിംഗ് സമയത്ത് കേരളത്തിലെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്.
അതായത് 400 രൂപ വരെ മത്തിക്ക് വില വന്ന് നമുക്കറിയാം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിടയ്ക്കുന്നതാണ്, പക്ഷേ ഇതെല്ലാം കെമിക്കൽ ചേർന്നതാണ്. ഇതിന് ഇവിടെ പരിശോധന നടത്തേണ്ടതല്ല, ബോർഡറുകൾ ഇടപെടലുകൾ നടക്കുകയാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ മീൻ വന്നപ്പോൾ പരിശോധനാ ഫലം നൽകാതെ ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളി മൂലം എത്രയോ നാളുകൾ അതിന് പിറകെ നടക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഉപഭോക്താക്കൾക്ക് ഏറ്റവും പഴകിയ സാധനങ്ങൾ കിട്ടുന്നത്. സ്ഥലത്തിലുമുള്ള ഈ റെയിൽവേയിൽ ഇപ്പം അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് തടയുന്നതിന് തടസ്സമില്ലല്ലോ, അത് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാമല്ലോ. അതിനുള്ളിലുള്ള വിവരമല്ലേ റെയിൽവേ കൊടുക്കാത്തേ ഉള്ളൂ. റെയിൽവേയുടെ കോമ്പൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിശോധിക്കുന്ന തടസ്സമൊന്നുമില്ലല്ലോ. ഈ സാധനങ്ങൾ വരുന്ന വഴി നമുക്കറിയാം, ഒന്നിലെ ട്രെയിൻ വഴി അല്ലെന്നുണ്ടെങ്കിൽ ബൈ റോഡാണ് മിക്കവാറും മീനുകൾ വരുന്നത്. ഇവ ബോർഡറിൽ കർശനമായിട്ടുള്ള പരിശോധന നടത്തിയാൽ തന്നെ, അല്ലെങ്കിൽ എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെയും പുറത്ത് പരിശോധന നടത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്നുമില്ല. അപ്പോൾ ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് അത്തരം പരിശോധന ഈ സീസണിൽ വന്നു കഴിഞ്ഞാൽ മീനിനകത്തെ ഭക്ഷ്യവിഷബാധ നല്ലൊരു ശതമാനം ഒഴിവാക്കാൻ പറ്റും. കാരണം ഈ കെമിക്കൽ ചേർന്ന് വരുന്നത്. മറ്റു നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങായിട്ട് മാറാതെ, ഇപ്പോൾ ബെന്നിസാറ് പറഞ്ഞ പോലെ ഒരു ഓണം പ്രമാണിച്ചോ ഒക്കെയുള്ള പരിശോധന അല്ലാതെ കൃത്യമായിട്ട് അവരുടെ ഏരിയയിലെ കടകൾ പരിശോധിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. ഒരു കടയിൽ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോട്ടലിനെതിരെ നടപടി എടുക്കുന്ന പോലെ തന്നെ അവിടുത്തെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാൻ കഴിയും. എങ്കിൽ കുറച്ചുകൂടെ ഉത്തരവാദിത്വ ബോധം കാണിക്കും, ജനങ്ങളുടെ സൈഡിൽ നിന്നുകൊണ്ട് ചിന്തിക്കും. നിയമം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതെല്ലാവർക്കും അത് ബാധകമാണ്. സാറ് പറഞ്ഞാൽ ആ നിയമം കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത്. അപ്പോൾ നിയമം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഉദ്യോഗസ്ഥന് ബാധ്യസ്ഥനാണ്. അയാളുടെ റെസ്പോൺസിബിലിറ്റീസിൽ അയാൾ വീഴ്ച വന്നു കഴിഞ്ഞാൽ അയാൾക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. എങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തും, ട്രാൻസ്പെറൻസി ഉണ്ടാവും. പരിശോധനയിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് തട്ടിപ്പുകൾ വരാം. അപ്പോൾ അത് പുറത്തുള്ള ഫ്രോഡ് കേസുകളുണ്ടാകും, ഉദ്യോഗസ്ഥന്മാർ തന്നെ കറപ്ഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള കറപ്ഷനുള്ള കേസിൽ കൃത്യമായിട്ട് അവർക്ക് പൈസ കൊടുക്കാതെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാനായിട്ട്, പരാതിപ്പെടാനായിട്ടുള്ള ഒരു ആർജവം വ്യാപാരികളുടെ ഭാഗത്തുണ്ടാണ്. കാരണം വെച്ചാൽ വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരുള്ളൂ. ബഹുഭൂരിപക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കെതിരെ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു ചെറിയ ശതമാനമാണ് പേരുദോഷം ഉണ്ടാകുന്നത്. അവർക്കെതിരെ പരാതിപ്പെടാൻ മടിക്കേണ്ട കാര്യമില്ല. അതിനുള്ള സംവിധാനങ്ങൾ നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അത്തരം ഒരു സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പരിശോധനകൾ പ്രഹസനമാകുന്നത് മാറ്റിയിട്ട് എൻ്റെ ഡ്യൂട്ടിയാണ് ഇവിടെ എൻ്റെ ഏരിയയിൽ കൃത്യമായിട്ട് കടകളിൽ നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് ഉറപ്പാക്കേണ്ടത് എന്നൊരു ഉദ്യോഗസ്ഥൻ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ നല്ല രീതിയിൽ പരിശോധന നടത്തുകയും കടക്കാരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുകയും വീഴ്ച വരുന്നവർക്കെതിരെ കൃത്യമായി നടപടി എടുക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ഉള്ള ഇംപ്ലിമെൻറ്റേഷൻ നടക്കും. അപ്പോൾ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഉപഭോക്താക്കൾക്കും അവകാശമുണ്ട്. നല്ല ഭക്ഷണവും ഓരോ ഉപഭോക്താവിൻ്റെയും അവകാശമാണ്. പ്രേക്ഷകർക്ക് ഓർമ്മ കാണും, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബ്രിട്ടാനിയ പാക്കറ്റിലുള്ള ബിസ്ക്കറ്റ് ഏതാനും ഗ്രാം കുറഞ്ഞപ്പോൾ പുതുക്കാട് സ്വദേശിയാണ് അല്ലെ അദ്ദേഹം ജോർജ് എന്ന വ്യക്തി, അദ്ദേഹം പരാതിക്കാരനായിരുന്നു. അദ്ദേഹം അഡ്വക്കേറ്റ് എ ഡി ബെന്നി മുഖാന്തരമാണ് തൃശ്ശൂർ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. 60,000 രൂപ പലിശയും നൽകാൻ കോടതി ഉത്തരവിടുകയുണ്ടായി. അതാണ് പറഞ്ഞത്, ഉപഭോക്താവിന് അവകാശങ്ങളുണ്ട്. അത് ഈ ഹോട്ടൽ മേഖലയിലും ആ അവകാശങ്ങൾ, അത് ക്വാണ്ടിറ്റി ആയാലും ക്വാളിറ്റി ആയാലും വിലയുടെ കാര്യത്തിലാണെങ്കിലും അതിനൊരു മാനദണ്ഡം വരുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അത് വരേണ്ടതാണ്. നമ്മൾ പലപ്പോഴും ഇതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരം നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് മാറ്റം ഉണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഉപഭോക്താക്കൾ കുറച്ചുകൂടി സമഗ്രമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കണം. നേരത്തെ നമ്മൾ തന്നെ ചൂസ് ചെയ്യണം ചില കാര്യങ്ങളൊക്കെ തന്നെ. എല്ലാം വ്യാപാരികളുടെ അല്ലെങ്കിൽ ഹോട്ടൽ ഉടമകളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ കഥയില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും കാര്യങ്ങൾ ശ്രമിക്കണം. തന്നെയുമല്ല, ഇത് ചിലപ്പോൾ ഉപഭോക്താക്കളും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ചൂഷണം ചെയ്യുന്നുണ്ടായിരിക്കാം. അത് പക്ഷേ താരതമ്യേന പരിമിതമായിരിക്കും, ഉണ്ടായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഉപഭോക്താക്കൾ ഈ കാര്യത്തിൽ പലപ്പോഴും നിസ്സഹായരായ ഒരു അവസ്ഥ തന്നെയാണ് പലപ്പോഴും ഉള്ളത്. എന്നാലും പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാകുക. ആ പ്രതികരിക്കുമ്പോൾ അതിനൊരു ഫലം കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിയമങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള ഭൗതിക സാഹചര്യങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജീവൻ നിലനിർത്താനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അത് വീട്ടിലായാലും ഹോട്ടലിലായാലും ആ ഭക്ഷണം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയത്തിൽ TCV ചതുരംഗത്തിൽ ചർച്ച സംഘടിപ്പിച്ചത്. ഇതേസമയം തന്നെ ഹോട്ടലുകൾക്കുണ്ടാകുന്ന വിഷയങ്ങൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ പറയുകയുണ്ടായി. അവരുടെ വിഷയങ്ങളും പരിഹരിക്കപ്പെടട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് TCVയുടെ സ്റ്റുഡിയോയിലെത്തിയ ബിജുലാൽ, ഒപ്പം തന്നെ റിട്ടയർഡ് ജില്ലാ ഹെൽത്ത് ഓഫീസർ ശ്രീ PK രാജു, അഡ്വക്കേറ്റ് AD ബെന്നി, അദ്ദേഹം ഉപഭോക്താക്കളെ പ്രതികരിച്ചെത്തി. 3 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.